Hi friends, welcome to my another video. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ നല്ല ഒരു പേ ടി എമ്മിൻ്റെ ഹാക്കിംഗ് ആണ്. നിങ്ങൾക്കറിയാം പേ ടി എം എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ മണിയുടെ ഒരു സംഭവമാണ്. ഒരു ബാങ്കും സംഭവങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്രയും 100% ജെന്യുവൻ ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഫീൽഡാണ്. അതേപോലെ തന്നെ നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു ട്രിക്കുമാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. നിങ്ങൾ സ്റ്റെപ്പായിട്ട് ചെയ്തു പോവുക എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണത് ഇതിലിവിടെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, അതേപോലെ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. നമ്പർ പറഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. ആ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ബാങ്കിലേക്ക് നിങ്ങൾക്ക് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ നമ്പറും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു 10 നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ നമ്പറും നിങ്ങൾക്ക് 40 രൂപ വീതം നിങ്ങളെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ട്രിക്കാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു പോവുക. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഹാക്കിങ് അതേപോലെ തന്നെ ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഡൗൺലോഡ് പേ ടി എം ഓർ പാരലൽ സ്പേസ്. അതായത് നിങ്ങൾ പേ ടി എം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേ ടി എമ്മിനെ കുറിച്ച് അറിയാം, നിങ്ങൾ പേ ടി എം നിങ്ങളെ ഫോണിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാരലൽ സ്പേസ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാരലൽ സ്പേസ് എന്താണെന്നെല്ലാം അറിയുണ്ടാവും. അപ്പോൾ അറിയാത്തവർ ജസ്റ്റ് മൾട്ടിപ്പിൾ അക്കൗണ്ട്, ഇപ്പോൾ പേ ടി എം രണ്ട് വാട്സപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ അങ്ങനെ ആപ്പിൾ 2 യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒന്നാണ് പാരലൽ സ്പേസ്. അപ്പോൾ നിങ്ങൾ ഉള്ളവർ പാരലൽ സ്പേസ് ഡൗൺലോഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പേ ടി എം ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അവിടെ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ പേ ടി എം ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, പാരലൽ സ്പേസ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്തു. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ആഡ് ആപ്പ് എന്നുള്ളൊരു ടാബുണ്ട്, അവിടെ ഞാൻ പേ ടി എം ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേ ടി എം ആണ് ഡൗൺലോഡ് വെച്ചാൽ പേ ടി എം ഓൺ ആക്കുക. ഞാനിപ്പോൾ പേ ടി എമ്മിൻ്റെ ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് പേ ടി എം ഓൺ ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് പേ ടി എം ഓണാക്കി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു നമ്പറിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 രൂപ നമുക്ക് നേരെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പം തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 10 നമ്പർ നമ്മളെ ഫ്രണ്ട്സ്, ഒരു 10 ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഒരു 10 ഫാമിലി മെമ്പേഴ്സ് നമ്മൾ കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് 400 രൂപ നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്തുകൊണ്ട് ചെയ്യുക. ഓക്കെ, നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഓപ്പണാക്കി വരുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ചോദിക്കും, ജസ്റ്റ് ഇംഗ്ലീഷിൽ കണ്ടിന്യൂ ചെയ്ത് വിടുക. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ടതുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ താഴെ നിങ്ങൾക്ക് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ കാണാൻ കഴിയും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ മൊബൈൽ നമ്പറും ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ക്രിയേറ്റ് പാസ്വേഡ്, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഒരു പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ള ടാബ് ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഒ ടി പി നമ്പർ നമുക്കിവിടെ വരും. ജസ്റ്റ് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആവും. എന്നിട്ട് ഇവിടെ കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ നെക്സ്റ്റ് വരിക. അവിടെ നിങ്ങൾക്ക് പാൻ കാർഡ്, അതേപോലെ പാസ്പോർട്ട്, വോട്ടർ ഐ ഡി, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഫേക്ക് ആയിട്ടുള്ള കൊടുക്കുക. ഡു ഇറ്റ് ലേറ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യരുത്. ഓക്കെ, ക്ലിക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ കിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ വോട്ടർ ഐ ഡി ക്ലിക്ക് ചെയ്യുക. വോട്ടർ ഐ ഡി ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് നിങ്ങൾ റാൻഡായിട്ട് ഏതെങ്കിലും ഒരു 12 നമ്പർ, നമ്മളോട് വോട്ടർ ഐ ഡി പറഞ്ഞാൽ നമ്മൾ ആധാർ നമ്പറാണ് ചോദിക്കുന്നത്. ജസ്റ്റ് 12 നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ഞാൻ എൻ്റർ ചെയ്യാൻ പോണേ ഒരു 12 ജസ്റ്റ് നമ്പർ എൻ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു നമ്പർ ഈ നമ്പറിലൊരു പേരാണ് അവർ പറയണത്, ആധാറിലുള്ള പേര്. ജസ്റ്റ് റാൻഡായിട്ടുള്ള പേരടിക്കുക. ഇതിപ്പോൾ എന്താണെന്നില്ല എനിക്കറിയില്ല പേര്. ഓക്കെ, എന്നിട്ട് ഇവിടെ ടേംസ് ഒന്ന് ജസ്റ്റ് ടിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ഇതിൽ കൊടുക്കുക. ഓക്കെ, ഒക്കെ ഫേക്ക് ആയിട്ട് കൊടുത്താൽ ഇതൊന്നും വേണമെന്നൊന്നുമില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ഓക്കെ, ഇവിടെ ഒന്നും ക്ലിക്ക് ചെയ്തത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്ത് കളയാം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും, മറ്റേ ഓഫർ നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, ഇഗ്നോർ ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ലോഡ് ആയതിനു ശേഷം നിങ്ങൾ ഇവിടെ മേലെ നിങ്ങൾക്ക് ആഡ് മണി എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ.
ഓക്കെ, ഈ ആഡ് മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ എമൗണ്ട് എന്നുള്ളൊരു ടാബ് ഇവിടെ കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ഒരു 40 എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, 40 എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ നിങ്ങൾക്ക് ഹാവ് എ ഡിഫറൻറ്റ് പ്രൊമോ കോഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ഇവിടെ ഒരു പ്രൊമോ കോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ന്യൂ യൂസേഴ്സ് ആകുമ്പോൾ. അപ്പോൾ അവിടെ പ്രൊമോ കോഡ് ഉണ്ടാവും, അവിടെ ടൈപ്പ് ചെയ്യാണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക ന്യൂ 40 എന്ന് അടിക്കുക. ഓക്കെ, ന്യൂ 40 എന്ന് ടൈപ്പ് ചെയ്യുക, പ്രൊമോ കോഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും പ്രൊമോ കോഡ് ആഡ് ആയിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ പുതിയ യൂസേഴ്സിന് 40 രൂപ ഫ്രീ ആയിട്ട് തരുന്ന ഒരു പ്രൊമോ കോഡാണത്. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ആഡ് മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വാറ്റിലേക്ക് അല്ല, പണ്ടൊക്കെ വാറ്റിലേക്ക് 40 രൂപ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വാറ്റിലേക്ക് കയറില്ല, പകരം നമുക്ക് അവർ ഈ 40 രൂപ കൊണ്ട് അവർ ഗോൾഡ് വാങ്ങി വയ്ക്കും. ഓക്കെ, അവർ ഗോൾഡ് വാങ്ങി വെച്ചിട്ടുണ്ട് 40 രൂപയ്ക്ക്. അപ്പോൾ ഈ 40 രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിച്ച് നമുക്ക് 40 രൂപ ആ ഗോൾഡ് വിറ്റാണ്ട് വേണം ഇനി നമുക്ക് ആ 40 രൂപ നമ്മളെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് സിമ്പിളാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ താഴെ ഹോം എന്നുള്ള ബട്ടൺ ഉണ്ടോ, ഇവിടെ ജസ്റ്റ് ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമ്മൾ മെയിൻ മെനുവിലേക്ക് വരും. എന്നിട്ട് മേലെ Paytm എന്നൊരു ടാബ് ഉണ്ടാവും, അവിടെ ഗോൾഡ് എന്ന് സെർച്ച് ചെയ്യുക ഉണ്ടോ, ജസ്റ്റ് ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ അവരെ Paytm ഗോൾഡ് എന്നുള്ളൊരു സെക്ഷന് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ ഒരു ടാബിലേക്ക് വിൻഡോയിലേക്ക് നമ്മൾ പോകും. എന്നിട്ട് ഇവിടെ ഇന്നത്തെ മാർക്കറ്റും റേറ്റും ഒക്കെ നമുക്ക് ഗോൾഡിൻ്റെ കാണാൻ കഴിയും. നമുക്ക് ജസ്റ്റ് ഒന്നും അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, സെല്ല് എന്നുള്ള ബട്ടൺ ഉണ്ടാവും മേലെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പോട്ടെ. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവർ ഇപ്പോൾ GST ഒഴിച്ച് 37.20 രൂപയ്ക്ക് അവർ സ്വർണം വാങ്ങിച്ചാണ് ഉണ്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സ്വർണ്ണമാണ് നമുക്ക് ഇനി വെക്കേണ്ടത്. ഓക്കെ, ഈ സ്വർണ്ണം വിറ്റിട്ടാണ് നമുക്ക് ഈ എമൗണ്ട് നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫോൺ പേയിലൊക്കെ ചെയ്യണ മാതിരി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, സെല് ഇൻ എമൗണ്ട് എന്നുള്ള ബട്ടൺ അവിടെ ആണ് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ എമൗണ്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സെല് ഇൻ ഗ്രാം ആണെന്നുണ്ടെങ്കിൽ അവിടെ അത് സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ ഗ്രാം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സെല്ലിങ് ഗ്രാമിന് കൊടുക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, സെല്ലിങ് ഗ്രാമിലേക്ക് ആ ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മേലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും കണ്ടോ 0.0116 ഗ്രാം. അതൊന്ന് എന്ത് ചെയ്യുക, ഇവിടെ എൻട്രി ഗ്രാം എന്നുള്ളടത്ത് എൻട്രി ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മേലെ കാണാം കണ്ടോ, അത് എൻട്രി ചെയ്യുക. അതേപോലെ താഴത്തേക്ക് എൻട്രി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാലൻസ് മേലല്ല അതേ ബാലൻസ് നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും 37.20 രൂപ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, താഴെ വരിക, പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ആ നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യുക അതിൻ്റെ താഴെയായിട്ട്. പിന്നെ നിങ്ങളെ അക്കൗണ്ട് നെയിം ഹോൾഡർ ഉണ്ടോ, താഴെ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ഹോൾഡർ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ബാങ്കിൻ്റെ IFSC കോഡ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് ഞാനിതിൽ ടൈപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങളെ ബാങ്ക് ഏതാച്ചാൽ നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾ പാസ്ബുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകുമ്പോൾ ഉണ്ടാവും, IFSC കോഡ് കാണാനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് എൻ്റർ ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ ഫുള്ള് എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാങ്ക് അക്കൗണ്ട് മൊത്തം ഡീറ്റെയിൽസ് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടോ. ഞാൻ ഇപ്പോൾ Paytm ബാങ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും ഉണ്ടോ, ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രൊസീഡ് ടു സെൽ എന്നുള്ള ഒരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഗോൾഡ് നമുക്ക് വിൽക്കണം, ജസ്റ്റ് വിൽക്കുക. ആ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമുക്ക് OTP നമ്പർ വരും. നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് 2 വട്ടേ OTP നമ്പർ വരുള്ളൂ. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, മാറി കൊടുക്കരുത്, ഫസ്റ്റ് കൊടുത്ത് പിന്നെ കൊടുക്കരുത്. ഓക്കെ, ഞാൻ ഒരു വട്ടം അങ്ങനെ മാറി കൊടുക്കണ്ടായിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഞാൻ എന്ത് ചെയ്യാം, അവിടെ നമ്പർ ഉണ്ടോ, ഞാനിപ്പോൾ ഇവിടെ നമ്പർ മാറ്റി കൊടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കത് സ്റ്റുഡ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഏതായാലും ഞാൻ എന്ത് ചെയ്യണം കണ്ടോ, ഇവിടെ OTP നമ്പർ എൻ്റർ ചെയ്യാൻ പോകണേ, പുതിയ OTP നമ്പർ എൻ്റർ ചെയ്യാൻ പോകണേ. ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്തു. എന്നിട്ട് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം കണ്ടോ. അപ്പോൾ ജസ്റ്റ് കണ്ടോ, ഇതാണ് പറ്റിപ്പോയത്. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്തത് പഴയ നമ്പറായിരുന്നു ഞാൻ എൻ്റർ ചെയ്തത്, ഇതാണ് എനിക്ക് പാളിപ്പോയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലിയർ ഡാറ്റ ചെയ്തിട്ട് പുതിയ നമ്പർ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, പാലസൈസ് ക്ലിയർ ഡാറ്റ ചെയ്തിട്ട് ചെയ്തു. അപ്പോൾ റെഡി ആയി കണ്ടോ, സംഭവം റെഡി ആയി. നിങ്ങൾക്ക് നോക്കാൻ കണ്ടോ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും 37 രൂപ നമുക്ക് ഒരു വാർണിംഗ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും നമുക്കൊരു 2-3 സെക്കൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് കൺഫേം ആവേണ്ടിയിട്ടുണ്ടോ. ഇപ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് 37.2 രൂപ നമുക്ക് കയറിയിട്ടുണ്ട്.
ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ബാങ്ക് അക്കൗണ്ട്, അതായത് എൻ്റെ Paytm ബാങ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഇതാണ് ഞാൻ ഡീറ്റെയിൽസാണ് കൊടുത്തത്. ഞാൻ എൻ്റെ Paytm ബാങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതിലേക്ക് കയറിയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ബാങ്ക് എടുത്തതിന് ശേഷം എൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്തു. ഓക്കെ, ലോഗിൻ ചെയ്തു. ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കണ്ടോ, എൻ്റെ ബാങ്കിൻ്റെ കറണ്ട് ബാലൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. താഴെ നിങ്ങൾക്ക് കണ്ടോ ബാലൻസ്, നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള ബാലൻസ് കാണാൻ കഴിയും. 36 രൂപയും അതേപോലെ തന്നെ 1 രൂപയും താഴെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബാലൻസ് വരും. 37 രൂപയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ 36 രൂപയും അതേപോലെ തന്നെ 1 രൂപ വേറെയാണ് കയറുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ കഴിയും. ഇത് മൊത്തം ഞാൻ ഇന്നോ ഇന്നലെ ആണോ, ഇതിൻ്റെ പ്രൂഫ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉണ്ടോ, ഈ ഒരു പേരിലാണ് ഇത് വരിക. 1997 കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേരിലാണ് ഈ ഒരു ഇത് വരിക. ഓക്കെ, ഒരു എമൗണ്ട് വരിക നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുക. നമുക്ക് ടൈം നോക്കിയാൽ കാണാൻ കഴിയും. 4:32 35 എത്രയാണ്, 32 അല്ലേ? ഓക്കെ, 2. നിങ്ങൾക്ക് മേലെ ടൈം നോക്കിയാൽ അതും കാണാൻ കഴിയും. കണ്ടോ, ഇത് മൊത്തം ഞാൻ ഇതേപോലെ ചെയ്തിട്ടുള്ള പ്രൂഫാണ്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഈ ഒരു പ്രൊമോ കോഡ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഇതാക്കാണ്. അപ്പോൾ അത്രയും എമൗണ്ട് എനിക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 500 സംതിങ് എമൗണ്ട് വരെ ഇതിന്ന് റെഡീം ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക്, ഞാനിപ്പോൾ Paytm ബാങ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, നിങ്ങളിലേക്ക് ഇത്ര കയറിയിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാലാണ് ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് സ്പോട്ടിൽ നിങ്ങളെ കൺഫേം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ മറക്കരുത്, ഒരു നമ്പറിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 40 രൂപ കിട്ടും. അതേപോലെ തന്നെ ഒരു 10 നമ്പർ ചെയ്താൽ നല്ല ഹ്യൂജ് എമൗണ്ട് കിട്ടും. ഓക്കെ, ബൈ, സീ യു.